ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ ബെഥനി ഫീസ്റ്റിൻ്റെ എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും ഏവർക്കും പ്രത്യേകമായിട്ട് നേരുകയാണ്. ജൂലൈ 29 ബെഥനി ഡേ ആയിട്ട് ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ജൂലൈ 29 ബെഥനി ഡേ ആയിട്ട് അല്ലെങ്കിൽ ബെഥനി ഫീസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? മറ്റേതെങ്കിലും ദിവസം നമുക്ക് ആചരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ബെഥനി ഡേ അല്ലെങ്കിൽ ബെഥനി ഫീസ്റ്റ് ജൂലൈ 29 ആയിട്ട് ആഘോഷിക്കുന്നത്? ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ ആയിട്ട് ആചരിക്കുന്നു അല്ലെങ്കിൽ ആഘോഷിക്കുന്നു. കാരണം എന്താണ്? അറിയത്തില്ല. ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ ആയിട്ട്. ഓക്കെ. ഓഗസ്റ്റ് 15 പ്രാധാന്യം എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ. അതെന്തുവാണ്? സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്നാണ്? ഓഗസ്റ്റ് 15. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് 15 ആയതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ എന്ന് പറയുമ്പോൾ സെൻറ്റ് തോമസ് മാർട്ടിർ ആയ ദിവസം, രക്തസാക്ഷിത്വം വരിച്ച ദിവസമാണ് ജൂലൈ 3. അതുകൊണ്ടാണ് സെൻറ്റ് തോമസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതേപോലെ തന്നെ ജൂലൈ 29 കത്തോലിക്കാ സഭ പ്രത്യേകമായിട്ട് 3 വിശുദ്ധരുടെ തിരുനാൾ ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. സെയിൻറ്റ് മാർത്ത, സെയിൻറ്റ് മേരി ആൻഡ് സെയിൻറ്റ് ലാസറസ്. ഈ ദിവസം ജൂലൈ 29 ആയതുകൊണ്ടാണ് ബെഥനി ഡേ ആയിട്ട് അത് ആചരിക്കുവാൻ കാരണം. ബെഥനിയുടെ ഫൗണ്ടർ ലൈറ്റ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ബെഥനി എന്നുള്ള ആ നാമം സ്വീകരിക്കുവാനുള്ള കാരണം നമ്മൾ സ്കിറ്റിലും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതൊരു ആശ്വാസത്തിൻ്റെ ഭവനം. യേശു യാത്ര ചെയ്യുന്ന, ജീവനോടിരുന്ന ആ സമയത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഇടയ്ക്ക് ഒരാശ്വാസം കണ്ടെത്തുവാൻ, ഒരല്പം സന്തോഷത്തിനായിട്ട് കടന്നു ചെന്നിരുന്നതായ ഭവനമാണ് ബഥാനിയ അല്ലെങ്കിൽ ബെഥനി എന്ന് പറയുന്നതായ ഭവനം. അവിടെ 3 വ്യക്തിത്വങ്ങളുണ്ട്. പ്രവൃത്തിയുടേതായ, എപ്പോഴും പ്രവർത്തന നിരതയായിരിക്കുന്നതായ മാർത്ത, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതായ മേരി, ഇതിൽ രണ്ടിൽ നിന്നും സ്വാംശീകരിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്നതായ ലാസർ. ഈ 3 പേരും അവിടെ ഉള്ളതുകൊണ്ടാണ് യേശു ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് കടന്നു ചെല്ലുകയും അല്പം വിശ്രമത്തിനായിട്ട് ആ ഭവനം തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ബെഥനിയുടെ ഫൗണ്ടറായ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ഈ ബെഥനി എന്നുള്ള നാമം സ്വീകരിച്ചത് ബൈബിളിൽ നിന്നുള്ളതായ ഭാഗങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊണ്ടതായ ആ ഉൾക്കാഴ്ചയുടെ ഫലമാണ്. ഓരോരുത്തർക്കും ഓരോ പേരിന് ഓരോ അർത്ഥമുണ്ട്. ബൈബിളിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. യേശുവിന് വഴികാട്ടിയായി വന്ന സ്നാപയോന്നാൻ്റെ പേര് യോഹന്നാനിൽ കൊടുക്കാൻ കാരണം, സ്നാപയോന്നാൻ്റെ പേരൻസായ സക്കറിയായും എലിസബത്തും പേരിടയുടെ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട് യോഹന്നാൻ. കാരണം ദൈവം കരുണ കാണിച്ചു എന്ന് ആണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നർത്ഥമുള്ളതായ പേരാണ് യോഹന്നാൻ. അതുപോലാണ് ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ബഥാനിയ അല്ലെങ്കിൽ ബെഥനി എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ ഭവനം എന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടിയിട്ടുണ്ട്. ഈ പേരിന് അർത്ഥമുള്ളതായ ജീവിതമാണോ നാം നയിക്കുന്നത് എന്നാണ് പലപ്പോഴും നാം നോക്കേണ്ടത്. ഇവിടെ പ്രത്യേകമായിട്ട് ഈ ബെഥനി എന്നുള്ള പേരെടുക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ, ആശ്വാസത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ റെസ്പോൺസ് ലഭിക്കുന്നതായ ഭവനമായതുകൊണ്ടാണ് ബെഥനി എന്നുള്ള പേര് പ്രത്യേകമായിട്ട് മാർ ഇവാനിയോസ് പിതാവ് ബെഥനി സമൂഹം സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ ഈ പേര് തിരഞ്ഞെടുക്കുന്നത്.
ഇവിടെയുള്ളതായ 3 വ്യക്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മേരി, മാർത്ത, മറിയം. അവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. മാർത്ത നമ്മൾ സ്കെറ്റിലൂടെ കാണുകയുണ്ടായി. മാർത്ത യേശുവിൻ്റെ അടുത്തുനിന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തനിയേ ഉള്ളൂ, മേരി നിൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കുന്നു, അവളെ കൂടെ എൻ്റെ സഹായത്തിനായിട്ട് പറഞ്ഞു വിടുക. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, മേരി നല്ലത് തിരഞ്ഞെടുത്തു. മാർത്ത ചെയ്യുന്നത് തെറ്റാണെന്നൊരിക്കലും പറഞ്ഞില്ല. നീ ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ഏറ്റവും ബെറ്ററായിട്ടുള്ളത് ദൈവത്തോടത്ത് ആയിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയുണ്ട്, പല കാര്യങ്ങളും നമ്മൾ എടുത്തിയാടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം തൂഫാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ്? കാരണം കുട്ടികളെ പോലും വശീകരിച്ചുകൊണ്ട് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളാക്കി തീർക്കുന്നതായ ആ ഒരു സ്വഭാവ സവിശേഷതകളുണ്ടാകുമ്പോൾ പഠിക്കുന്ന സ്കൂളിൽ പോയാൽ പോലും സ്കൂളിൻ്റെ പഠനത്തിന് ഇടയ്ക്ക് പോലും ഈ പറഞ്ഞതായ മദ്യത്തിനും മയക്കുമരുന്നിലുമൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നതായ പുറത്തുനിന്നുള്ള ശക്തികളും ഒക്കെ മനുഷ്യരും ഒക്കെ അതിലേക്ക് കുഞ്ഞുങ്ങളെ വശീകരിക്കുന്നുണ്ട്. അപ്പോൾ പഠനം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം വയ്ക്കേണ്ടതായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം പഠനം എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതായ പല ജീവിത സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, ആ പഠനത്തിന് വ്യതിചലിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരിക്കണം. കുട്ടികളാവുമ്പോൾ, സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ പഠനത്തിലൂടെ അവരെ ലക്ഷ്യം വയ്ക്കുക ആ ഒരു നല്ല ഒരു ജീവിതാവസ്ഥ നേടിയെടുക്കുക, നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി തീരുക, ദൈവത്തെ അറിയുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യന് ഉപകാരം ചെയ്യുന്ന വ്യക്തികളായി, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതായ, മറ്റുള്ളവർക്ക് അസ്വസ്ഥത അല്ല, മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നവരായിട്ട്, അതിന് വിപരീതമായിട്ടുള്ള സ്വഭാവക്കാരായിട്ട് മാറുക എന്നുള്ളതല്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ളതായ ഇൻഫ്ലുവൻസുകൾ, അട്രാക്ഷൻസ് ഉള്ളപ്പോൾ അതിൽ നിന്നുമെല്ലാം മാറി നിങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം പഠനം എന്നുള്ളതാണ്. ഏറ്റവും മികച്ച നല്ല ഒരു ജീവിത നിലവാരത്തിൽ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പഠനം എന്നുള്ളത് മാത്രമാണ്. അതാണ് ഈശോ പറയുന്നത്. മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ്, പക്ഷേ അതിലെല്ലാം ഉത്തമം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്താണോ നമ്മൾക്ക് ഉള്ളതായ ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കുക. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ലീവ് എ ഹാപ്പി ലൈഫ്, ടൈ ഇറ്റ് ടു എ ഗോൾ, നോട്ട് ടു എനി പീപ്പിൾ ഓർ തിങ്. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം, ആ ലക്ഷ്യത്തോട് ചേർത്ത് വെച്ചായിരിക്കണം നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടത്, അല്ലാതെ മറ്റാരെയെങ്കിലും നോക്കിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളെ നോക്കിയോ ആയിരിക്കരുത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം നയിക്കപ്പെടേണ്ടത്. അതിന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ബദനി ഫീസ്റ്റ് ഡേ നാം ആഘോഷിക്കുമ്പോൾ ആ ബദനി വിശുദ്ധർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഏറ്റവും നല്ലത് ഒരേ ഒരു ലക്ഷ്യം, ദൈവത്തോട് ചേർന്ന് നിന്ന് സമൂഹത്തിന് സന്തോഷം നൽകുന്ന, സമൂഹത്തിന് ആശ്വാസം നൽകുന്ന, സമൂഹത്തിന് ഉപകാരങ്ങൾ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരുവാൻ ഈ ബദനി ഫീസ്റ്റ് അതിൻ്റെ ആഘോഷങ്ങളും ഒപ്പം തന്നെ അത് നമ്മളെ അനുസ്മരിപ്പിക്കുന്നതും ഇതായിരിക്കട്ടെ. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി തീർന്നുകൊണ്ട് ലോകത്തിന്, സമൂഹത്തിന് ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന നല്ല വ്യക്തികളായി തീരുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബദനി ഫീസ്റ്റിൻ്റെ, ബദനി ഡേയുടെ എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.